അത് മാത്രമല്ല, ഞാൻ പുറത്തു പോയി ആരോടെങ്കിലും ഫോൺ ചോദിച്ചാ അവരെന്നെ തിരിച്ചറിയില്ലേ? ആ മണ്ടത്തരങ്ങനെ ഞാൻ കാണിക്കൂ? അല്ല, ആരെയിപ്പൊ കിരണിനെ വിളിച്ചത്? വിളിക്കുന്ന ആളിനെ ഫോണിൽ അറിയാൻ പറ്റുമല്ലോ. നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ കിരണിനെ വിളിച്ച നമ്പർ കണ്ടെത്താൻ കഴിയുന്നില്ല. അതെ, നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് ഒരാള് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതാരാ അറിഞ്ഞത്? ഇനി പോലീസായിരിക്കൂ? അപ്പൊ ഇവനല്ലേ കിരണിനെ വിളിച്ചത്? അല്ല, ഇവനല്ല കിരണിനെ വിളിച്ചതിപ്പോ. അത് മറ്റാരോ ആണ്. അയ്യോ, പ്രശ്നമായല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വേറൊരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളത് പോലീസിന് ഒറ്റിക്കൊടുക്കില്ലേ? അയാളിപ്പോ പോലീസിനെ അറിയിച്ചിട്ടുണ്ടാവില്ലേ അത്? ആരോ, നീ ടെൻഷൻ ആവാതെ. പെട്ടെന്ന് അങ്ങനെ ഒരു കോള് വന്നപ്പോ ഞങ്ങൾക്ക് നിന്നെ സംശയം തോന്നിയെന്നേ ഉള്ളൂ. നീ അല്ലല്ലോ കോൾ ചെയ്തേ. ഞങ്ങൾക്കത് മനസ്സിലായി. ഇനിയിപ്പോ അത് ആരാണെങ്കിലും നിന്നെ കൊടുക്കാൻ ശ്രമിച്ചാ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. ആരവ്, നിന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോയില്ല. ഇത്രയും കാലം നിന്നെ ആർക്കെങ്കിലും ഞങ്ങളുടെ അടുത്തുനിന്ന് പിടിച്ചോണ്ടുപോകാൻ പറ്റിയോ? നിന്റെ അമ്മയെ കണ്ടെത്തി നിന്റെ അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ ആർക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. എന്റെ അമ്മ എവിടെയാണെന്ന് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും എന്റെ അമ്മയെ പറ്റി ഒരു വിവരം കിട്ടുന്നില്ലല്ലോ. ഞാൻ അമ്മയെ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന പോലെ എന്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഇനി എന്നെ കാണാതെ എന്റെ അമ്മ മരിച്ചു പോവോ? അതാ ഇപ്പൊ എന്റെ പേടി. അതെ, നമുക്ക് ആരവിന്റെ അമ്മയെ കണ്ടെത്തണ്ടേ? കണ്ടെത്തണം. പക്ഷെ അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ആരായിരിക്കും? അതാരാന്നറിയണ്ടേ? ഈ മന്ദാകിനി ചേട്ടത്തി പശുവിനെ കറന്ന് ചായ ഇടാൻ പോയതാണോ? നേരം കുറെ ആയല്ലോ. ഇത്തിരി വൈകിയാലും നല്ല കിടിലൻ ചായ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയാലും സാരമില്ല. അതെ, നീ എന്തെങ്കിലും നോക്കണേ. ആ അണ്ണോ നമ്പർ കണ്ടെത്താൻ പറ്റിയ എന്തെങ്കിലും ആപ്പ് ഉണ്ടോ നോക്കിയതാ. അങ്ങനൊന്നും കാണുന്നില്ല. സൈബർ സെല്ലിൽ പരാതിപ്പെട്ട സംഗതി നടക്കും. പക്ഷേ നമ്മൾ അക്കാര്യം എങ്ങനെ അവരോട് പറയും? പിന്നീട് ACPയുടെ അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ ആരവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിപ്പോയാ നമ്മൾ പെട്ടത് തന്നെ. സൈബർ സെല്ലിലേക്കൊന്നും പോണ്ട. ഈ അൺനോൺ നമ്പറിന്റെ സോഴ്സ് കണ്ടെത്താനേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വച്ചിട്ട് പോടാ. നിനക്ക് മന്ദാകിനിനെ ശരിക്കും അറിയില്ല. ചേട്ടത്തി ഫുൾ ചാർജിലാണല്ലോ. ഹസ്ബൻഡിനോടായിരിക്കും. മേലിൽ എന്നെ വിളിച്ചേക്കരുത്. നേരിട്ട് മുന്നിൽ വന്ന് നോക്കടാ. അപ്പോളേ മന്ദാകിനിയുടെ വിശ്വരൂപം നീ കാണും. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേടാ. അക്കടാ ഫോൺ. ചായ. ചേട്ടത്തി ആരോടാ രാവിലെ തന്നെ? ഹസ്ബൻഡിനോടാണോ? എന്റെ ഐസക്കേ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതേ വേറെ ഏതൊരു വായി നോക്കിയാ. വായി നോക്കിയോ? അതാരാ? അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അവനെ തേടി ചെന്ന് ഞാൻ കരണത്തടിച്ചേനെ. എന്താ ചേട്ടത്തി പ്രശ്നം? രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അത്താഴത്തിന് ശേഷം. ഇതെന്താ ചേട്ടത്തി കഴിക്കുന്ന ഗുളികയെ പറ്റിയാണോ ഈ പറയണേ? ഇങ്ങനെ മരുന്ന് കഴിക്കണ പോലെ ഒരുത്തൻ എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക പിള്ളേര്. അല്ല, ഈ കക്ഷി വിളിച്ചിട്ടേ ചേട്ടത്തിയോട് എന്താ പറയുന്നത്? പലതുവേ പുറത്തു പറയാൻ കൊള്ളൂല. മന്ദാകിനിക്ക് ഓർമ്മയുണ്ടോ? പഴയതൊന്നും മറക്കരുത്. ഇങ്ങനെ തുടങ്ങും. പിന്നെ അങ്ങോട്ടേ സംസാര രീതി അങ്ങോട്ട് മാറും. ഏതവനാ എന്നെ ശല്യം ചെയ്യണേന്ന് അറിയില്ല. ഏതോ ഒരു നമ്പറാ. തിരിച്ചു വിളിച്ചാ സ്വിച്ച് ഓഫ് ആയിരിക്കും. ആ നമ്പർ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാം.
ചേട്ടത്തി ആ നമ്പറിങ് തന്നെ ദാ ഒന്ന് നോക്കി പറ. നീ ആ നമ്പർ എടുത്തിട്ട് നിന്റെ ട്രൂ കോളറിൽ വന്നിട്ട് നോക്ക്. ആ